ദൈവമക്കളെ, ഇന്നത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടർ മുഴുവനായി പഠിച്ചുകൊണ്ടിരിക്കുന്നത് സങ്കീർത്തനങ്ങളുടെ സമാഹാരത്തെ കുറിച്ചാണ്. അതിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് നാം ചർച്ച ചെയ്യുകയുണ്ടായി, പഠിക്കുകയുണ്ടായി. ഇന്ന് അതിൻ്റെ അവസാനത്തെ പാഠത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. കർത്താവിനായി കാത്തിരിക്കുക എന്നുള്ളതായ ഈ 13-ാമത്തെ പഠനത്തിലേക്ക് നിങ്ങളെ ഏവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് 2 ദൈവദാസന്മാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ജോയ് സാർ ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് കടന്നു വന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഒപ്പം ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ബിനോയ് സാറ് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്ന് ഈ പാഠം ചർച്ച ചെയ്യുന്നതിന് കടന്നു വന്നതിൽ സന്തോഷിക്കുന്നു. പാസ്റ്ററെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ദൈവത്തിനായി കാത്തിരിക്കുക എന്നുള്ളതാണ് ഈ പാഠത്തിൻ്റെ തലക്കെട്ട്. കർത്താവിനായി കാത്തിരിക്കുക എന്നുള്ളത് സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രധാന പ്രമേയമാണ്. അനേക പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴും സ്വന്തമായി അത് തരണം ചെയ്യാൻ കഴിയാതിരിക്കുന്നതായ സമയത്തും ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ എന്ന വാഞ്ചയോടുകൂടെ, ദൈവമല്ലാതെ മറ്റൊരാൾക്ക് ആ പ്രശ്നത്തെ പരിഹരിക്കുവാൻ കഴിയുകയില്ല എന്ന ചിന്തയോടുകൂടെ ഇരിക്കുന്നതായ അനേക പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒപ്പം കർത്താവ് വീണ്ടും വന്ന് ഈ പ്രശ്നത്തിൽ നിന്ന് അവരെ വിടുവിക്കണമേ എന്നുള്ളതായ ചിന്തയോടുകൂടി എഴുതപ്പെട്ടതായ സങ്കീർത്തനങ്ങളും നമുക്ക് ഈ ആഴ്ച പഠിക്കുവാൻ തക്കവണ്ണം സാധിക്കും. മനപ്പാഠവാക്യമായി നൽകിയിരിക്കുന്നത് 27-ാം സങ്കീർത്തനം, അതിൻ്റെ 14-ാം വാക്യമാണ്. അത് ഇങ്ങനെ പറയുന്നു: യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതെ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. പാസ്റ്റർ ബിനോയ്, നാം അനേക കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാറുണ്ട്, അനേക വ്യക്തികൾക്ക് വേണ്ടി കാത്തിരിക്കാറുണ്ട്. എന്നാൽ യഹോവയ്ക്കായി കാത്തിരിക്കുന്നത് എങ്ങനെയാണ്? കാത്തിരിക്കുന്നത് ശരിക്കും മുഷിപ്പുള്ള കാര്യമാണ്. അതേപോലെ ഒരു ക്ഷമകെട്ട കാര്യം വേറെ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ പറയുന്നത് പ്രത്യാശയോടെ ധൈര്യപ്പെട്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. മിണ്ടാതെ ഇരുന്ന് അവനായി കാത്തിരിക്കുക. മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ടെർമോയിൽ, നമ്മൾ ഇമോഷണലി എത്രമാത്രം പുറമേ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഭയങ്കരമായ ഇമോഷണലി ടെർമോയിലാണ്. കാര്യസാധ്യം അല്ലെങ്കിൽ ദുരുപായം, അങ്ങനെയുള്ള ആളുകൾ കർത്താവിൻ്റെ വരവ് താമസിക്കുമെന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ നമ്മളെ പിന്തിരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ ഓർത്ത് നമ്മൾ മുഷിയരുത്. മടുത്തു പോകാതെ നമ്മൾ കാത്തിരിക്കണം. കാത്തിരിക്കുന്നത് ഉള്ളിൽ നിന്നുള്ള ഒരു കാത്തിരിപ്പായിരിക്കണം. ബൈബിളിലുടനീളം കാത്തിരിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. ഈ കാത്തിരിക്കുന്നതിൻ്റെ ഇമോഷൻ, കാത്തിരിക്കുക എന്ന് പറയുന്നത് ഒരു ആക്ഷനാണ്, പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഒരു ഇമോഷൻ എന്ന് പറയുന്നത് സഹിഷ്ണുതയാണ്. സഹിഷ്ണുതയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ്, ക്ഷമയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് പറയുന്നത്. ഓരോ സൃഷ്ടിയും, അത് അവിടെ ഒരു പ്രയോഗമുണ്ട്, ദ്രവ്യത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്നും വിടുതലും തേജസ്സാകുന്ന സ്വാതന്ത്ര്യത്തിനായിട്ട് ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നു. അതായത് നശിച്ചു പോകുന്നതിൽ നിന്നും നശിച്ചു പോകാത്ത ഒന്നിലേക്ക് ഓരോ സൃഷ്ടിയും, എല്ലാം മനുഷ്യൻ മാത്രമല്ല, എല്ലാം ആഗ്രഹിക്കുന്നു. ആ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ക്ഷമയോടെ ആ ആശയ്ക്ക് കീഴ്പ്പെട്ട്, ആശയ്ക്ക് വേണ്ടിയിട്ട് മായയ്ക്ക് കീഴ്പ്പെട്ട് കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് സഹിഷ്ണുതയോടെയുള്ള കാത്തിരിപ്പ്. ഈ കാത്തിരിപ്പ് ഏത് സമയത്താണെങ്കിലും അത് അത്ര നല്ല കാര്യമല്ല എന്ന് തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നത്. പക്ഷേ കർത്താവിനായി കാത്തിരിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രത്യാശാജനകമായ ഒരു കാര്യമാണ്. സർ, സെവൻത് അഡ്വൻറ്റിസ്റ്റുകാർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വേഗം വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഈ സെവൻത് അഡ്വൻറ്റിസ്റ്റുകാരുടെ കാത്തിരിപ്പിൻ്റെ പ്രത്യാശ യേശു ക്രിസ്തുവിൻ്റെ വരവ് മാത്രമാണ്. നമ്മുടെ ഈ പ്രത്യാശയ്ക്ക് അല്ലെങ്കിൽ ഈ കാത്തിരിപ്പിൻ്റെ ദൈർഘ്യം കൂടുമ്പോൾ നാം അസഹിഷ്ണുത നമ്മിൽ അത് ഉളവാക്കുന്നുവോ, അതോ എപ്രകാരമാണ് നാം കാത്തിരിക്കേണ്ടത്? അഡ്വൻറ്റിസ്റ്റ്, സെവൻത് അഡ്വൻറ്റിസ്റ്റ് എന്ന പേര് തന്നെ 7-ാം ദിന പുനരാഗമന കാംക്ഷികൾ എന്ന വാക്കാണ് അല്ലേ? അപ്പോൾ അവിടെ കാത്തിരിക്കുവാൻ തന്നെ ആ സഭയുടെ ദൂത് തന്നെ വിളിച്ചു പറയുകയാണ്, നാം കാത്തിരിക്കാൻ ബാധ്യസ്ഥരാണ്.
ഇവിടെ ദൈവത്തിൻ്റെ സാക്ഷികളാകുവാൻ വേണ്ടിയാണ് നാം കാത്തിരിക്കേണ്ടത്. ഇവിടെ നമ്മൾ മനപ്പാഠവാക്യത്തിൽ പറഞ്ഞത് യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. പ്രത്യാശിക്കുന്ന മക്കൾക്ക് മാത്രമേ കാത്തിരിക്കുവാനുള്ള സഹിഷ്ണുത ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ മടുപ്പുണ്ടാകും. നമ്മുടെ മണവാളനെ വേണ്ടി കാത്തിരുന്ന ആ 10 കന്യകമാരിൽ അവിടെ അനുഭവം തന്നെയാണ് അവിടെ പറയുന്നത്. കാത്തിരിക്കുക സഹിഷ്ണുതയോടുകൂടി. ഇവിടെ ദൈവം ഒരുക്കുന്ന പുതിയ ഭൂമിക്കും പുതിയ ആകാശത്തിനുമായിട്ടാണ് അഡ്വന്റിസ്റ്റ് ജനത അല്ലെങ്കിൽ ദൈവമക്കൾ കാത്തിരിക്കുന്നത്. അപ്പോൾ അഡ്വന്റിസ്റ്റ് എന്ന പദം തന്നെ അത് ഉദ്ദേശിക്കുന്നു. നമ്മുടെ കാത്തിരിപ്പ് ഒരിക്കലും വൃഥാവാകില്ല എന്ന് ദൈവം ഉറപ്പ് നൽകുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ ഉയർപ്പും തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. യേശുവിൻ്റെ മരണവും യേശുവിൻ്റെ ഉയർപ്പും കർത്താവ് വീണ്ടും വരുമെന്നുള്ള വലിയൊരു പ്രത്യാശ ഈ 2 സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് 1:11, അപ്പോസ്തല പ്രവൃത്തി 1:11, ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്തു പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ ഈ യേശുവിനെ തന്നെ നിങ്ങൾ വീണ്ടും കാണും എന്നിവിടെ പറയുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് കാത്തിരിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. നമ്മുടെ കർത്താവ് വീണ്ടും വരും. ഈ സഹിഷ്ണുതയോട് കൂടി കാത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് ലഭിക്കുമെന്നുള്ള വലിയൊരു പ്രത്യാശ ദൂത് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ബിനോയ് സർ, ദൈവവുമായുള്ളതായ നമ്മുടെ ബന്ധത്തെക്കുറിച്ച് 131 സങ്കീർത്തനത്തിൽ എന്നാണ് പറയുന്നത്? ബന്ധങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നത് എപ്പോഴും അഹംഭാവമാണ്, പ്രൈഡാണ്. യഥാർത്ഥത്തിൽ ഞാനെന്ന ഭാവം, എനിക്ക് അയാളോട് മിണ്ടണ്ട, അല്ലെങ്കിൽ അയാൾ കൊള്ളില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ്. അങ്ങനെയുള്ള ആ അഹംഭാവത്തിന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വിലയുമില്ല. അത് വെച്ചുകൊണ്ടിരുന്ന ദൈവവുമായിട്ട് യാതൊരു കാരണവശാലും നമുക്ക് ബന്ധം ഉണ്ടാക്കാൻ പറ്റില്ല. ഈ അഹംഭാവം അല്ലെങ്കിൽ ഞാനെന്നുള്ള ഭാവം സ്വാർത്ഥതയിലേക്കാണ് നിൽക്കുന്നത്. അത് നമ്മൾ സെൽഫ് സെൻറ്റേർഡാണ്. എപ്പോഴും നമ്മളെ തന്നെ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, ഞാൻ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണമെന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ആ വ്യക്തിയെക്കാളിലും മറ്റൊന്നിനെ അംഗീകരിക്കാനോ സ്വീകരിക്കാനോ ശ്രേഷ്ഠമായിട്ട് കാണാനോ പറ്റത്തില്ല. അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാക്കുമ്പോൾ പല ആളുകൾക്കും ദൈവത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം കാണാൻ പറ്റാതെ പോകും. കാരണം അയാൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, അയാൾക്കപ്പുറം മറ്റൊന്നുമില്ലാത്തത് കൊണ്ട് ദൈവം എന്ന് പറയുന്ന ദൈവശക്തിയെ, ദൈവത്തിൻ്റെ ഇഷ്ടത്തെ, പരമാധികാരത്തെ കാണാൻ പറ്റത്തില്ല, അയാൾക്ക് കാണാൻ കഴിയാതെ പോകും. അതുകൊണ്ടാണ് ബൈബിൾ ഈ സങ്കീർത്തനം പറയുന്നത് നീതിമാൻ്റെ കണ്ണുകൾ ദൈവത്തെ നോക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അവിടെ സ്വാർത്ഥതയില്ല, ദൈവത്തിലേക്കാണ് അവരുടെ കണ്ണുകൾ പോകുന്നത്. ദൈവത്തിൻ്റെ നന്മയെ അംഗീകരിക്കുക, അവൻ്റെ മഹത്വത്തെ അംഗീകരിക്കുക, ഫ്രീ ഫ്രം സെൽഫ് ആവുക എന്നുള്ളതാണ്. സർ, ഒരു ഇടവേളയുടെ സമയമാണ്, ക്ഷമിക്കണം. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി. പ്രിയ പ്രേക്ഷകരെ, വീണ്ടും ഈ ചർച്ചയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സർ, വേദപുസ്തകത്തിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് ധാരാളം ഉപമ അലങ്കാരങ്ങൾ വേദപുസ്തകത്തിൽ പറയുന്നു. ഒരു അമ്മ കുഞ്ഞിനെ മുലയൂട്ടി നിർത്തുന്നത് പോലെ ദൈവം തൻ്റെ ഭക്തന്മാരെ ചേർത്ത് നിർത്തുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളതായ പരാമർശങ്ങൾ വേദപുസ്തകത്തിൽ എടുത്ത് പറയുന്നത്? ഇവിടെ സങ്കീർത്തനം 131 പറയുന്നൊരു വചനമാണ്. 131 2-ാം വാക്യം, ഞാൻ എൻ്റെ പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയിരിക്കുന്നു. തൻ്റെ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ എന്ന പോലെ തൻ്റെ പ്രാണൻ എൻ്റെ അടുക്കൽ മുലകുടി മാറിയതുപോലെ ആകുന്നു എന്നിവിടെ പറയുന്നു. അപ്പോൾ ഒരു കുഞ്ഞിനെ അമ്മ മുലകൂട്ടി വളർത്തി ആ പൈതൽ പ്രായം മാറുന്ന ഒരവസ്ഥ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് ദൈവസ്നേഹം നമ്മെ ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതെന്ന് ഇവിടെ പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ ഒരു വചനം പറയും, നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട് എന്ന് കർത്താവ് പറയുകയാണ്. എന്താണ് ദൈവം നൽകുന്ന അറിയാത്ത ആഹാരം? എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് ഞാൻ നൽകുന്ന അറിയാത്ത ആഹാരം. ഈ ആഹാരം നമുക്ക് എല്ലാവർക്കും കഴിക്കുവാൻ കഴിയില്ല. ശിശുവിനെ സംബന്ധിച്ച് പാൽ മാത്രമാണ് അവനെ ദഹിക്കുന്നത്, അത് കഴിച്ചാൽ മാത്രമേ അവന് ദഹിക്കുകയുള്ളൂ. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ശിശുക്കൾക്കൊരിക്കലും കട്ടിയാഹാരം കൊടുക്കാൻ കഴിയില്ല. അത് വചനത്തിൽ ഗ്രാഹ്യമുള്ള ദൈവമക്കൾക്ക് മാത്രമേ കട്ടിയാഹാരം ഭക്ഷിപ്പാൻ കഴിയുള്ളൂ. ഒരമ്മ എങ്ങനെയാണോ ഒരു കുഞ്ഞിനെ മുലകുടി മാറ്റി നിർത്തുന്നത് പോലെ ദൈവം നമുക്ക് കട്ടിയായ ആഹാരങ്ങൾ നൽകി ദൈവസ്നേഹത്തിൽ വളരുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. ഇവിടെ പറയുന്നത് എബ്രായ ലേഖനത്തിൽ 5:13 പറയുന്നത്,
പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്താൽ പരിചയമില്ലാത്തവനത്രേ എന്ന്. അത് ശിശുക്കൾക്ക് മാത്രം പറഞ്ഞ കാര്യമാണ്. മറിച്ച് എബ്രായർ 5:14 പറയുന്നത്, കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുമായി പ്രായം തികഞ്ഞവർക്കേ പറ്റൂ എന്ന് പറയുന്നു. അപ്പോൾ ദൈവം നമുക്ക് നൽകാനിരിക്കുന്ന, ഭക്ഷിപ്പാൻ നൽകുവാനിരിക്കുന്ന ആഹാരം എന്ന് പറയുന്നത് ശിശുക്കൾക്കുള്ള ആഹാരമല്ല. ദൈവസ്നേഹത്തിൽ അടുപ്പിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് കട്ടിയായുള്ള ആഹാരം നൽകി തന്നെയാണ് വളരുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. ഓരോ പ്രായത്തിലും കഴിക്കേണ്ട തരത്തിലുള്ള ആഹാരം കഴിച്ചില്ല എങ്കിൽ വളർച്ച പൂർണ്ണതയിലെത്തില്ല. സർ, 126-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ ജനത്തിന് പ്രത്യാശ നൽകുന്നതിനെ കുറിച്ച് പറയുന്നു. എന്താണ് ദൈവജനത്തിന് പ്രത്യാശ നൽകുവാൻ തക്കവണ്ണം ദൈവം കരുതിയിരിക്കുന്നതായ കാര്യാദികൾ? ദൈവത്തിൻ്റെ അത്ഭുതകരമായ വിടുതൽ, പാപത്തിൽ നിന്ന് മോചനം, എന്നേക്കുമായിട്ടുള്ള രോഗത്തിൽ നിന്നും മരണത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നുമൊക്കെയുള്ള വിടുതൽ, നിത്യജീവിതം. അത് ജീവിക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഭൂമിയിൽ. അതില്ലെങ്കിൽ നമുക്കത് പറ്റില്ല. സ്വപ്ന സാക്ഷാത്കാരമായ വിടുതൽ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് 29-7-8 വാക്യങ്ങളിൽ. അടിമത്തത്തിൽ നിന്നുള്ള ഒരു വിടുതലാണ്. അത് പാട്ടുകളായൊക്കെ ഈ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നത്തെ അനുഭവത്തിന് വേണ്ടി കഴിഞ്ഞ കാലത്തെ വിശ്വാസത്തിൻ്റെ തലമുറയ്ക്ക് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ചരിത്ര പഠനത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓർമ്മകൾ പുതിയ പ്രത്യാശകൾ നമുക്ക് നൽകും. ഓർമ്മകൾ പുതിയ പ്രത്യാശയ്ക്ക് വഴി നൽകും. തെക്കേ നാട്ടിലെ തോടുകൾ പോലെ എന്ന് അവിടെ പ്രയോഗിക്കുന്നുണ്ട്. കാരണം വരണ്ട സ്ഥലമാണ് ഈ നാടിൻ്റെ തെക്കേ വശം. അവിടെ മഴ പെയ്തപ്പോൾ, മഴക്കാലം ഉണ്ടാകുമ്പോൾ തോടുകൾ ഉണ്ടായി വന്നു. അതിന് മുൻമഴയും പിന്മഴയും ഒരു കാരണമായി തീർന്നിട്ടുണ്ട്. മുൻമഴയും പിന്മഴയും പരിശുദ്ധാത്മാവിൻ്റെ വർഷമാണ്. ഹൃദയം വരണ്ടിരിക്കുന്ന പ്രത്യാശയില്ലാത്ത മനുഷ്യർക്ക് ദൈവപ്രത്യാശ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു കാര്യം സഹായിക്കും. കണ്ണീരും സന്തോഷവും നന്മയും അത് നൽകും. സന്തോഷത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ വാക്യം. സർ, ദൈവത്തിൻ്റെ വചനം എല്ലായ്പ്പോഴും ആശ്വാസവും സന്തോഷവും സമാധാനവും പകരുന്നതാണ്. ഒരുപക്ഷെ പലരും ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവർ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്വാസം കണ്ടെത്തിയിരുന്നവരാണ്. എന്നാൽ ഇന്ന് അത് വായിക്കുന്നതിനോ പഠിക്കുന്നതിനോ അത് വ്യായാമം ചെയ്യുന്നതിനോ ഉള്ളതായ സമയം അവർ കണ്ടെത്തുന്നില്ല. എന്നിരുന്നാലും അവർ അത് വായിക്കുകയോ അതിൽ നിന്ന് പഠിക്കുകയോ ചെയ്താൽ അവർക്ക് ഇപ്പോഴും അവരുടെ ജീവിതത്തിന് ശാന്തിയും സമാധാനവും ലഭിക്കും. നമ്മൾ കടന്നു പോകുന്നതായ തിക്തമായ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ആശ്വാസം ലഭിക്കേണ്ടതിന്, മുക്തി നേടുന്നതിന്, നമുക്ക് ഡയറക്ഷൻ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് എങ്ങനെ സാധിക്കും? ഇവിടെ യഹോവയ്ക്കായി കാത്തിരിക്കുക എന്നതാണ് നമ്മുടെ വിഷയം. ഇവിടെ നമ്മെ മനസ്സിലാക്കി തരുന്നത് സങ്കീർത്തനം 126-1 പറയുന്നത്, യഹോവ സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആകുന്നു എന്ന് പറയുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു എന്നിവിടെ പറയുന്നു. വീണ്ടും അതിൻ്റെ അടുത്ത വചനം പറയുന്നത്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു. ഇത് ജീവിതത്തിലെ ഒരു അനുഭവങ്ങളാണ്. കാത്തിരിക്കുന്ന മക്കൾക്ക് മാത്രമേ ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകാൻ കഴിയുള്ളൂ. കാരണം സിയോൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയത് അവർക്കൊരിക്കലും വിചാരിക്കാൻ പറ്റാത്തൊരു സന്ദർഭമാണ്. പക്ഷേ ദൈവത്തിൻ്റെ അത്ഭുതകരം അവരെ വഴി നടത്തി അവരെ സ്വന്തം വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്നതായ ഒരു വല്ലാത്തൊരു ആർപ്പും ഒരു ഘോഷവും ഒരു സന്തോഷവും അവർ പ്രകടമാക്കി. അതുപോലെ ഒരു കർഷകനെ സംബന്ധിച്ച് പറയുന്നത്, വിത്ത് ചുമന്നൊക്കെ കൊണ്ട് നടക്കുമ്പോൾ വലിയ കഠിനമുള്ള ജോലിയാണ്. പക്ഷേ കൊയ്യുന്ന ഒരു സമയമുണ്ട്. കൊയ്യുന്ന സമയത്ത് ആ കർഷകനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആർപ്പും ഘോഷവും സന്തോഷത്തിൻ്റെയും ദിനങ്ങളാണ്. അതുകൊണ്ട് കാത്തിരിക്കുന്ന മക്കൾക്ക് എപ്പോഴും അതിൻ്റെതായ ഒരു ഫലം ദൈവത്തിൻ്റെ നന്മയായി ലഭിക്കും എന്നിവിടെ പറയുന്നു. പാസ്റ്റർ ബിനോയ്, ശബത്ത് ദിനത്തിനായുള്ള ഒരു ഗാനമാണ് 92-ാം സങ്കീർത്തനം. അതിൻ്റെ ഏതൊക്കെ വശങ്ങളാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്? ആരാധന എപ്പോഴും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കും. അത് നമുക്ക് സന്തോഷം നൽകും. അതിൽ നമ്മൾ ഘോഷിച്ചുല്ലസിക്കാൻ സഹായിക്കും. അത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത്യന്തം വലുതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദൈവത്തിൻ്റെ വിചാരങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, അത്യന്തം അഗാധമാണ്. നമ്മൾ ദൈവത്തെ ആരാധിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി പോലും ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനി നീതിമാൻ പന പോലെ തഴയ്ക്കും, ദൈവത്തെ ആരാധിക്കുന്നവർ പന പോലെ തഴയ്ക്കും, ദേവദാരു പോലെ വളരും, അവർ പ്രാകാരങ്ങളിൽ വളരും,
അവർ വാർദ്ധക്യകാലത്ത് ഫലം കായ്ക്കുകയും പുഷ്ടി വയ്ക്കുകയും ചെയ്തു. 90 വയസ്സായാലും അവർ ആരോഗ്യത്തോടെ ഇരിക്കുമെന്നാണ് പറയുന്നത്. അല്പം ഷുഗറും പ്രഷറും ഒക്കെ കാണും, പക്ഷേ എന്നാലും അവർ ഫലം കായ്ക്കുന്നതായിരിക്കും. പിന്നെ സാബത്ത് റിഡംഷൻ ഫ്രം ഈവിൾ. ശബത്ത് നമ്മളെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്ന ഒന്നാണ്. അവൻ സൃഷ്ടിതാവാണ്, ലോകത്തിൻ്റെ പരിപാലകനാണ്, അത് അന്ത്യകാലത്തിൻ്റെ പ്രതീക്ഷയാണ് ശബത്ത് എന്ന് പറയുന്നത്. നിത്യമായ സമാധാനത്തിൻ്റെ സ്ഥാപനമാണ് ശബത്ത് സൂചിപ്പിക്കുന്നത്. സാർ, ഒരു ഇടവേളയുടെ സമയം ആയി. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും, ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ ദൈവമക്കളെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സർ, നാം ദൈവത്തിനായി കാത്തിരിക്കുന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധ ശബത്തും അത് ആചരിക്കുന്നതിലൂടെയും നമുക്ക് ലഭിക്കുന്നതായ ഉറപ്പ് എന്താണ്? ദൈവം സൃഷ്ടിയുടെ സ്മാരകമായി നമുക്ക് വേണ്ടി നൽകിയ ഒന്നാണ് വിശുദ്ധ ശബത്ത്. അത് എല്ലാ മനുഷ്യരും അനുസരിക്കുവാൻ ബാധ്യസ്ഥരുമാണ്. ശബത്ത് നമ്മെ സൂചിപ്പിക്കുന്നത് ദൈവം നമ്മുടെ സൃഷ്ടാവാണെന്നാണ്, നമ്മുടെ പരിപാലകനാണ്. അതുകൊണ്ട് നാം പ്രജകളെന്ന നിലയിൽ ആ ദൈവത്തെ നാം ആരാധിക്കുവാൻ ബാധ്യസ്ഥരാണ്. പുറപ്പാടിൻ്റെ പുസ്തകം പറയുന്നത് 31:13 പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ ശബത്ത് ആചരിക്കണം, അത് നിങ്ങൾക്ക് വിശുദ്ധമാകുന്നു എന്ന് പറയുന്നു. അതുതന്നെയാണ് ശബത്തിനെ കുറിച്ചൊരു സങ്കീർത്തനം. 92-ാം സങ്കീർത്തനം ശബത്തിന് വേണ്ടിയുള്ള സങ്കീർത്തനമാണ്. ആ 92-ാം സങ്കീർത്തനത്തിൽ ശബത്ത് ആചരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉറപ്പുകളെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. പല ഉറപ്പുകളാണ് ഇവിടെ പറയുന്നത്. നേരത്തെ പാസ്റ്റർ പറഞ്ഞതുപോലെ നീതിമാൻ പന പോലെ തഴയ്ക്കും, വീണ്ടും ലെബനോനിലെ ദേവദാരു പോലെ വളരും, യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ വസിക്കും, ഇനി വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ച് പുഷ്ടിവെച്ചും പച്ച പിടിച്ചും ഇരിക്കും. ഇതൊക്കെ ശബത്ത് അനുസരിക്കുന്ന ദൈവമക്കളുടെ സ്ഥായിയായ നന്മകൾ തന്നെയാണ്. പാസ്റ്റർ, അതുപോലെ ഈ ശബത്ത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ഒരു ദിവസത്തിൻ്റെ പ്രതീകം കൂടെ ആയിട്ടാണ് ശബത്തിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീണ്ടെടുപ്പിൻ്റെ പ്രതീകമായ ശബത്തിനെ നാം എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? ഈ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സാബത്ത്. സാബത്ത് ദൈവത്തെ സൃഷ്ടിതാവായി അംഗീകരിക്കുന്നതിൻ്റെ അടയാളമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ സാബത്തിൻ്റെയും നാഥനാകുന്നു എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ആരാധിക്കേണ്ടത് മറ്റെന്തെങ്കിലും കാർക്കശ്യമായ സ്വഭാവത്തിൻ്റെ ഭാവുകമായിട്ടല്ല. യേശുക്രിസ്തു നമ്മളെ വീണ്ടെടുക്കുന്നതിൻ്റെ അടയാളം കൂടെയാണ്. നമ്മുടെ ഉടമസ്ഥനായിട്ട് യേശുവിനെ അംഗീകരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സാബത്ത് എന്ന് പറയുന്നത്. അന്ത്യകാലത്ത് ദൈവത്തെ അനുസരിക്കുന്നവരും ദൈവത്തെ അംഗീകരിക്കാത്തവരും തമ്മിൽ തിരിച്ചറിയാനുള്ള ഒരു അടയാളമായിട്ടാണ് ബൈബിൾ സങ്കീർത്തനക്കാരൻ പറയുന്നത്. കാരണം സങ്കീർത്തനം മുഴുവൻ ദൈവത്തിനെ സൃഷ്ടിതാവായി അംഗീകരിക്കുന്നു, അവൻ്റെ സൃഷ്ടിയുടെ മഹാത്മ്യത്തെക്കുറിച്ച്. അവൻ സൃഷ്ടിതാവായതുകൊണ്ട് അവൻ്റെ വീര്യപ്രവൃത്തികൾ, അവൻ്റെ അത്ഭുതങ്ങൾ എന്ന് പറയൂ. അപ്പോൾ ശബത്ത് നമ്മൾ ആരാധിക്കുക എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെ സൃഷ്ടിതാവായി അംഗീകരിക്കുന്നു. ഞാൻ ആ ദൈവത്തിൻ്റെ ശക്തിയിലും മഹത്വത്തിലും അവൻ്റെ ഉടമസ്ഥാവകാശത്തെ ഞാൻ അംഗീകരിക്കുന്നു എന്നുള്ള ഭാവമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ശബത്തിൽ നിന്ന് ഉണ്ടാകേണ്ടത്. അപ്പോൾ ഉഷസ്സിനായിട്ട് കാത്തിരിക്കുന്നത് പോലെ ആ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കും. അത് നമ്മുടെ അവസാനത്തെ പ്രതീക്ഷയാണ്. ഈ ലോകത്തിൽ നിന്നുള്ള സങ്കടവും കഷ്ടവും പ്രയാസവും എല്ലാം മാറി കണ്ണീരും രോഗവും ദുഃഖവും മുറവിളിയും ഒന്നുമില്ലാത്ത, രാത്രി ഇനിയില്ലാത്ത അങ്ങനെയുള്ള ഒരു വീണ്ടെടുപ്പിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ റിസറക്ഷൻ, മരണത്തിൽ നിന്നുള്ള ഒരു മോചനം യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിൽ നമുക്ക് കാണാൻ പറ്റും. അതൊരു ഗോൾഡൻ മോർണിംഗ്, മനോഹരമായ സുപ്രഭാതമാണ്, ഭാഗ്യകരമായ പ്രഭാതമാണ്, ഭാഗ്യകരമായ പ്രത്യാശയാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. സർ, ബിനോയ് സാറ് വളരെ വിശദമായിട്ട് ഈ ഒരു പ്രഭാതത്തിനായി കാത്തിരിക്കുക എന്ന് പറയുന്നു. എല്ലാ ദിവസവും നമുക്ക് പ്രഭാതമുണ്ട്. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ പ്രഭാതത്തിനായി കാത്തിരിക്കുന്നതായ ഒരു പ്രത്യാശ മറ്റൊന്നാണ്. ആ പ്രത്യാശയ്ക്കായി നാം ദിനംതോറും കാത്തിരിക്കേണ്ടതായ ആവശ്യം എന്താണ്? സാറ് പറഞ്ഞ പോലെ ഗോൾഡൻ മോർണിംഗ് അല്ലേ, ഒരു സുപ്രഭാതം. ഈ പ്രഭാതം ദിവസവും നമുക്കുള്ളതാണ്. പക്ഷേ ഒരു പ്രത്യേക പ്രഭാതത്തിനായിട്ട് കാത്തിരിക്കുവാൻ ഇന്നത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 130:6 പറയുന്നു, ഉഷസ്സിനായി കാത്തിരിക്കുന്നവരേക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി
കാത്തിരിക്കുന്നു എന്ന് പറയുന്നു. 143 സങ്കീർത്തനം 8 വാക്യം പറയുന്നു, രാവിലെ നിൻ്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ, ഞാൻ നടക്കേണ്ടുന്ന വഴിയെ ആ പ്രഭാതത്തിൽ എന്നെ കാണിക്കണമേ എന്ന് പറയുന്നു. വീണ്ടും സങ്കീർത്തനം 30:5 പറയുന്നു, ഉഷസ്സിലോ ആനന്ദഘോഷം ഉണ്ടാകുന്നു എന്നിവിടെ പറയുന്നു. അപ്പോൾ ബൈബിളിൽ യേശുവിനെ എപ്പോഴും ഒരു ഉദയ നക്ഷത്രമായി ആണ് പ്രതിപാദിക്കുന്നത്. വെളിപാടിൻ്റെ പ്രവചനം വായിക്കുമ്പോഴും 22-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം പറയും, ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രവുമായ ഉദയ നക്ഷത്രമായിരിക്കുന്നു എന്നിവിടെ പറയും. അപ്പോൾ ദാവീദിൻ്റെ വേരും വംശവുമായ ഉദയ നക്ഷത്രമായി കർത്താവിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ലേഖകൻ ഈ പാഠത്തിലും പറയുന്നത് നാം എല്ലാവരും ഒരു നല്ല പ്രഭാതത്തിനായി കാത്തിരിക്കുന്നു. വെളിപാടിൻ്റെ പ്രവചനം 21-ാം അധ്യായം 4-5 വാക്യങ്ങൾ പറയുന്നത്, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മറുവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഇതാണ് എല്ലാ ദൈവമക്കളും ആഗ്രഹിക്കുന്ന ഒരു പ്രത്യാശ. കാരണം ഈ പ്രഭാതത്തിനായിട്ടാണ് മനുഷ്യനെല്ലാവരും കാത്തിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ കഷ്ടതകളും നിലവിളികളും മറുവിളിയും എല്ലാം മാറി നമ്മുടെ കണ്ണുനീര് എന്നേക്കുമായി തുടച്ചു കളയുന്ന ഒരു നല്ല സുപ്രഭാതത്തിനായി നാം കാത്തിരിക്കുന്നു. അത് ദൈവമക്കളുടെ ആഗ്രഹമാണ്. വീണ്ടും വെളിപാടിൻ്റെ പ്രവചനം 21-ാം അധ്യായം 25-ാം വാക്യം പറയുന്നു, അതിൻ്റെ ഗോപുരങ്ങൾ പകൽ കാലത്ത് അടയ്ക്കുകയില്ല. ആ പ്രഭാതം കടന്നു വരുമ്പോൾ ആ പകൽക്കാലത്ത് ഈ ഗോപുരങ്ങൾ അടയ്ക്കുകയില്ല, രാത്രി അവിടെ ഇല്ലല്ലോ, അല്ലേ? അപ്പോൾ ഒരു പ്രത്യേക പ്രഭാതമാണ് ആ പ്രഭാതം. അപ്പോൾ ഈ പ്രഭാതത്തിനായി നാം കാത്തിരിക്കുന്നു. അത് പുതുബലം പ്രാപിച്ച് ഓരോ ദിവസവും ആ പ്രഭാതത്തിനായി സന്തോഷത്തോടെ നമ്മെ തന്നെ എതിരേൽക്കുവാൻ, അതിനെ സ്വീകരിക്കുവാൻ നമ്മുടെ മനസ്സുകൾ അതിന് തയ്യാറാകട്ടെ എന്ന് ഇവിടെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കാത്തിരിക്കുക എന്ന് പറയുന്നത് ഒരു ബോധപൂർവമായിട്ടുള്ളതായ ഒരു പ്രവൃത്തിയായിട്ടാണ് വേദപുസ്തകം ചിത്രീകരിക്കുന്നത്. പ്രത്യേകിച്ച് നാം ശൂന്യതയിലല്ല കാത്തിരിക്കേണ്ടുന്നത്. ദൈവത്തിൻ്റെ അനേകമായ വാഗ്ദത്തങ്ങൾ നമ്മുടെ കാത്തിരിപ്പിന് പിൻബലമായിട്ട് ഉണ്ട്. ഈ കാത്തിരിപ്പിന് ഒരു പ്രതിഫലമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവത്തിൻ്റെ പ്രവചനങ്ങളും അതുപോലെ തന്നെ നാം പഠിച്ചുകൊണ്ടിരുന്നതായ സങ്കീർത്തനത്തിലുള്ളതായ എല്ലാ ആഹ്വാനങ്ങളും ആ പ്രഭാതത്തിലേക്കാണ് നമ്മെ വിരൽ ചൂണ്ടുന്നത്. കർത്താവ് യേശു ക്രിസ്തു വരും. പൂർവ്വകാലങ്ങളിൽ മോശ എഴുതിയതായ ആദ്യത്തെ പുസ്തകങ്ങളിലും തുടർന്ന് മറ്റു എല്ലാ രാജാക്കന്മാരുടെയും ദിനവൃത്താന്ത പുസ്തകങ്ങളുടെയും പ്രവാചക പുസ്തകങ്ങളുടെയും തുടർന്ന് സങ്കീർത്തനങ്ങളിലൂടെയും ആ പ്രത്യാശ എന്ന് പറയുന്നത് വരാനിരിക്കുന്നതായ കർത്താവായ യേശു ക്രിസ്തുവിനെ വിരൽ ചൂണ്ടുന്നതാണ്. ആ കർത്താവിനായി കാത്തിരിക്കുന്നവർ യെശയ്യാവ് പറയുന്നത് പോലെ പുതു ശക്തി പ്രാപിച്ച് അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്ന് ഉയരുക തന്നെ ചെയ്യും. നമ്മുടെ പ്രേക്ഷകരും ദൈവവചനം പഠിക്കുന്നതായ എല്ലാ പേരും, പ്രത്യേകിച്ച് നമ്മെ ശ്രദ്ധിച്ചതായ എല്ലാവരും അത്തരത്തിൽ കർത്താവിനായി കാത്തിരിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്തതായ നിങ്ങളെ ഇരുവരെയും ദൈവനാമത്തിൽ ഞാൻ നന്ദി പറയും. പ്രിയ ദൈവമക്കളെ, കർത്താവിനായി കാത്തിരിക്കുന്നവർ ആശങ്കപ്പെടേണ്ടതായിട്ട് ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എല്ലാം ഉണ്ടാകും. എന്നിരുന്നാലും ദൈവം നമ്മെ അറിയുന്നു, ദൈവം നമ്മെ നടത്തുന്നു, ദൈവത്തിൻ്റെ ചിറകിൻ്റെ അടിയിലാണ് നാം എന്നുള്ളതായ ചിന്തയോടുകൂടെ ഭദ്രമായി കാത്തിരിക്കുവാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വരവെങ്കിൽ ഒരുമിച്ച് കാണാം എന്നുള്ളതായ പ്രത്യാശയോടുകൂടെ നാം ജീവിക്കുക. ദൈവം നമ്മെ സഹായിക്കും.